Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.4ന്റെ റിലീസിന് ശേഷം എല്ലാവരും അത് അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ നിരവധിയായ ബഗ്ഗുകൾ കുറേ പേർക്ക് വന്നിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറേ പേർക്ക് വാട്സാപ്പിൻ്റെ ബഗ്ഗുകൾ വന്നു, കുറേ പേർക്ക് സ്റ്റോറേജ് ബഗ് വന്നു. അങ്ങനെ നിരവധിയായ കുറേ ബഗ്ഗുകൾ നമ്മുടെ iOS 15.4ൽ നമുക്ക് കണ്ടു. പക്ഷേ അതിനൊക്കെ ഒരു വിരാമമായിട്ടാണ് നമ്മുടെ iOS 15.4.1ൻ്റെ റിലീസ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് ഏകദേശം വന്നിരിക്കുന്നത് 292 MB-ലാണ് iPhone 11-ൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.4.1 റിലീസ് ചെയ്തിട്ടുണ്ട്, WatchOS 8.5.1 റിലീസ് ചെയ്തിട്ടുണ്ട്, tvOS 15.4.1 റിലീസ് ചെയ്തിട്ടുണ്ട്, HomePodOS 15.4.1 റിലീസ് ചെയ്തിട്ടുണ്ട്, macOS 12.3.1 റിലീസ് ചെയ്യുന്നുണ്ട്. ഈ 15.4.1 എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ അപ്ഡേഷൻ iPhone 6s മുതൽ iPhone 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും സപ്പോർട്ടഡ് ആണ്. ആ അപ്ഡേഷൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് നമ്മുടെ അപ്ഡേഷൻ ഓഫ് ചെയ്യുക, അതിട്ട് ഓൺ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ഇതേപോലെയുള്ള പുതിയ പുതിയ അപ്ഡേഷൻസും ന്യൂസും ലീക്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മുടെ ഈ 15.4.1ൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങൾ? ഇവർ ഈ ഒരു അപ്ഡേഷനിൽ പറയുന്നുണ്ട്, ഇത് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും അതേപോലെ ബഗ് ഫിക്സസുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യൂസേഴ്സും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണം, കാരണം ഇത് ഓൾറെഡി റെക്കമെൻഡഡ് ആണ് എന്ന് പറഞ്ഞ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബെൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റും 19E258 എന്ന ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു ബേറ്റ ടെസ്റ്റ് റണ്ണറോ അല്ലെങ്കിൽ ബേറ്റ പ്രൊഫൈൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു അപ്ഡേഷൻ നോക്കാൻ. അതിനുശേഷം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്കിതിൽ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ബഗ് ഫിക്സസും സെക്യൂരിറ്റി അപ്ഡേറ്റ്സുമാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ബഗ് ഫിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 15.4 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് നല്ല ബാറ്ററി ട്രെയിനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു iOS 15.4.1ൽ ആ ഇഷ്യൂ അവർ റിസോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം തറോലി ഹാർഡ് കോറിൽ നമ്മൾ യൂസ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി ട്രെയിനിങ് നേരത്തിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അടുത്തതാണ് നമ്മുടെ ഡിവൈസിൽ ഹിയറിംഗ് എയ്ഡ്സ്. അതായത് നമ്മളിപ്പോൾ ആക്സസിബിലിറ്റി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പലർക്കും ചില സമയത്ത് നമ്മുടെ ആ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ കണക്ഷൻ ലോസ്റ്റ് ആവുന്ന ആ ഒരു പ്രോബ്ലം 15.4 ഉണ്ടായിരുന്നു. ആ ഒരു കണക്ഷൻ ലോസ്റ്റ് ആവുന്ന ആ ഒരു പ്രശ്നം നമ്മുടെ ഈ ഒരു iOS 15.4.1ൽ അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ മ്യൂസിക് ബഗിൻ്റെ കാര്യം. മ്യൂസിക് ബഗ് നമുക്ക് എപ്പോഴും അറിയാവുന്ന പോലെ നമ്മുടെ ആപ്പിൾ മ്യൂസിക് കൂടെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ CPU കൂടുതൽ എടുക്കാനും അപ്പോൾ നമ്മൾ ബാറ്ററി ഡ്രെയിൻ ആവാനും ഹീറ്റ് ജനറേറ്റ് ചെയ്യാനും കാരണമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബഗ് റിസോൾവ് ചെയ്തു എന്നാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ അത് നമ്മൾ കണ്ടറിയേണ്ട തന്നെ കാര്യമാണ്. അടുത്തതാണ് നമ്മുടെ ഐഫോൺ ഡിവൈസിലെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഒഫീഷ്യൽ ആപ്പിൾ വെബ്സൈറ്റിലുണ്ട്. ആ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ആകെ ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നമ്മുടെ ആപ്പിൾ AVD എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അത് വേറൊന്നുമില്ല, നമ്മുടെ ആട്രിബ്യൂട്ട് കോഡിൽ ചെറിയൊരു ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ iOS 15.4.1 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ എപ്പോഴും വെയിറ്റ് ചെയ്യുക. ഒരു ഡിവൈസിൽ ഒരു അപ്ഡേഷൻ വന്നാൽ അപ്പം തന്നെ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അതിൽ കുറേ ബഗ്ഗുകളും ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ വന്ന് അതിൻ്റെ റിവ്യൂ അറിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മാക്സിമം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം. കാരണം അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബഗ് അടിക്കുമ്പോൾ എല്ലാം കൂടെ ബഗ് അടിച്ച് ആകെ സീനാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്ഡേഷൻ വന്നു 1-2 ദിവസം കഴിഞ്ഞ് ഒരു റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു അപ്ഡേഷൻ്റെ ഫുൾ പ്രോസസ്സിങ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ഡിവൈസിൽ വരുന്ന കാര്യമാണ്. ഇപ്പം എൻ്റെ ഡിവൈസിൽ ബഗ് ഉണ്ടാവാം, പക്ഷേ ആ ഒരു സെയിം OS റൺ ചെയ്യുന്ന നിങ്ങളുടെ ഡിവൈസിൽ ചിലപ്പോൾ ആ ഒരു ബഗ് ഉണ്ടാവണം എന്നില്ല. അടുത്തതാണ് നമ്മുടെ ഡിവൈസിൻ്റെ പെർഫോമൻസ്. 15.4 നിന്ന് 15.4.1 വന്നപ്പോൾ എനിക്ക് വലിയ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല. സെയിം അതേപോലെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ iOS 15.4.1 റിസൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സിംഗിൾ സ്കോർ എന്ന് പറയുമ്പോൾ 1318 ആണ് സിംഗിൾ സ്കോർ. മൾട്ടി സ്കോർ എന്ന് പറയുമ്പോൾ 2878 ആണ് നമ്മുടെ iPhone 11 മൾട്ടി കോറും വരുന്നത്. എനിക്ക് വലുതായിട്ട് പെർഫോമൻസിലൊന്നും ചേഞ്ച് തോന്നിയില്ല. സെയിം സ്മൂത്ത്നെസ്സും സെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ iOS 15.4.1 തോന്നുന്നത്. പിന്നീട് ഹീറ്റിങ്ങിൻ്റെ കാര്യം, നമ്മുടെ ഈ ഒരു ഡിവൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വലുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹീറ്റിംഗ് ഇഷ്യൂ പറയാനായിട്ട് ഇപ്പോൾ വലുതായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ ഫോളോ അപ്പ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അടുത്തതാണ് ഇന്ന് ശരിക്കും April 1. നമ്മുടെ അവിടെ April 1 ആകുമ്പോഴാണ് നമുക്ക് 15.4.1 റിലീസായത്. USA കൂപ്പർട്ടിനോയിൽ ഇപ്പോഴും അവിടെ 31st ആണ്. അപ്പോൾ അവർക്ക് ശരിക്കും തേഴ്സ്ഡേ ആണ് 15.4.1 റിലീസായിട്ടുള്ളത്. വേറെ കാര്യം, നമ്മുടെ ഈ ഒരു വെള്ളിയാഴ്ച April 1 നമുക്ക് 15.5 ബീറ്റ ചിലപ്പോൾ റിലീസാവുന്നതായിരിക്കും. ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മാർച്ചിലാണ് ശരിക്കും നമുക്ക് WWDC, അതായത് വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൻ്റെ 2022 മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ April മന്തിൽ നമുക്കത് കിട്ടുമെന്ന് വിചാരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആപ്പിളിനെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ആപ്പിൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമെങ്കിലും നമ്മളെ മോക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവരുടെ അവരുടെ ഡേറ്റ്സ് ഒക്കെ മാറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.4.1 വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയാലും എന്തായാലും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വെയിറ്റിംഗ് ഒന്നും വേണ്ട. അതിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ആപ്പിൾ മലയാളം ഒഫീഷ്യൽ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡൗട്ട്സും ലീക്സും റൂമേഴ്സും നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ തന്നെ ചോദിക്കാം. അവിടെ നിരവധിയായ ആപ്പിളിനെ പറ്റി അറിയാവുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. ആൻഡ് thank you so much for watching this whole video. This is Abin, Xavier, signing from everything you want to know about Apple.